ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഇഫ് യു വോണ്ട് ടു ബി ഹാപ്പി ബി, ലിയോ ടോൾസ്റ്റോയ് പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്. നമുക്ക് സന്തോഷിക്കണമെങ്കിൽ സന്തോഷിക്കണം, അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനാണ്? നമുക്ക് ആകെ ഒരു ചെറിയ ജീവിതമുള്ളത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന വിശ്വാസത്തിൽ ഞാൻ ഈ വീഡിയോയിലേക്ക് കിടക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഏർലി സയൻസ് ഓഫ് പ്രഗ്നൻസി. നമ്മൾ പ്രഗ്നൻസി എങ്ങനെ സയൻറ്റിഫിക് ആയിട്ട് കൺഫേം ചെയ്യാം എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് ചില സിംറ്റംസ് നമുക്ക് സയൻറ്റിഫിക്കലി കൺഫേം ചെയ്യാതെ തന്നെ ചില സിംറ്റംസ് കാണുമ്പോൾ നമ്മൾ പ്രഗ്നൻ്റ് ആണോ എന്ന് നമുക്കൊരു ഡൗട്ട് വരും. പക്ഷേ ഒരു കാര്യം ആദ്യം തന്നെ പറഞ്ഞു കൊള്ളട്ടെ, ഞാൻ ഈ പറയുന്ന എല്ലാ സിംറ്റംസും മറ്റ് പല കണ്ടീഷനുകളിലും വരാം. അതുകൊണ്ട് ഇതൊക്കെ കൺഫർമേഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ പ്രഗ്നൻസിയിൽ വരുന്ന സിംറ്റംസ് ആണെന്ന് മാത്രം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യമാണ് റെഗുലറായിട്ട് പീരീഡ് വരുന്ന ഒരാളിൽ, അല്ലെങ്കിൽ റെഗുലർ മെൻസ്ട്രൽ സൈക്കിളുള്ള ഒരാളിൽ പീരീഡ്സ് മിസ്സാവുക. അപ്പോൾ റെഗുലർ പീരീഡ്സ് എന്താണെന്നുള്ളത് ഞാൻ മുന്നേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിരാവിലെയുള്ള ഒരു ഓർക്കാനം, ഛർദിൽ, മനം പുരട്ടൽ, എസ്പെഷ്യലി നമ്മൾ ഉറക്കം എണീറ്റ് വന്ന് ബ്രഷ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴായിരിക്കും നമുക്കിങ്ങനെ ഒരു ഛർദിക്കണം അല്ലെങ്കിൽ ഛർദിക്കേണ്ട അങ്ങനെയുള്ളൊരു ഡൗട്ടിൽ ഇങ്ങനെ മനം പുരട്ടി വരിക, അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതാണ് കൂടുതലായും കാണപ്പെടുന്നത്. പക്ഷേ ഇത് രാവിലെ മാത്രമേ ഉണ്ടാവൂ എന്നില്ല. പകൽ സമയത്തും ഒക്കെ നമുക്ക്, പകലും രാത്രിയും ഒക്കെ നമുക്ക് ഓർക്കാനോ ഛർദിലോ ഒക്കെ ഉണ്ടാവാം. എന്നാൽ അതിരാവിലെ ഇത് കുറച്ച് കൂടുതലായിട്ടുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മറ്റ് ചില പ്രശ്നങ്ങളിലൊന്നാണ് നമുക്ക് ഈ വയറിൽ ഒരിങ്ങനെ പീരീഡ്സ് ആവുന്നത് പോലെ ഒരു ക്രാംസ് ഫീൽ ചെയ്യാറുണ്ട്, ഒരു ചെറിയ ക്രാംസ് പോലെ. അതുപോലെ ചെറിയൊരു നടുവേദന, ഇതൊക്കെയും ആദ്യത്തെ ഒരു സമയത്തുണ്ടാകുന്ന ഒരു സിംറ്റമാണ്. മറ്റൊന്നാണ് നമുക്ക് ബ്രസ്റ്റിലുണ്ടാകുന്ന ചേഞ്ചസ്. നമുക്കറിയാതെ ആരുടെയെങ്കിലും കൈ ഒന്ന് തട്ടുമോ അല്ലെങ്കിൽ നമ്മൾ തന്നെ ജസ്റ്റ് തൊടുമ്പോഴോ ഭയങ്കരമായിട്ട് നമുക്ക് പെയിൻ ഫീൽ ചെയ്യുക അല്ലെങ്കിൽ ഒരു ടെൻഡർനെസ് ഫീൽ ചെയ്യുന്ന പോലെ നമുക്ക് തോന്നാറുണ്ട്. അത് എസ്പെഷ്യലി നമ്മുടെ ഈ ബീറ്റ-HCG ഹോർമോണിൻ്റെ വേരിയേഷൻ കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഫീൽ ഉണ്ടാകുന്നത്. അതുപോലെ കുറച്ച് സൈസ് കൂടുന്നതായിട്ട് അല്ലെങ്കിൽ ഒരു ഹെവിനെസ് പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ ഏരിയോള, നമ്മുടെ ഈ ബ്രസ്റ്റിന് നിപ്പിളിനടുത്തുള്ള കറുത്ത ഭാഗം, അത് കുറച്ചും കൂടി വലിപ്പം കൂടി വരുന്നതായിട്ട്, അതായത് ആ സർക്കിൾ കുറച്ചും കൂടി വരുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രഗ്നൻ്റ് ആകുമ്പോൾ തോന്നുന്ന മറ്റൊരു കാര്യമാണ് ഫുഡ് അവേർഷൻ അല്ലെങ്കിൽ ഫുഡ് ക്രേവിങ്സ്. ഫുഡ് അവേർഷൻ, ഇപ്പോൾ ചില ഫുഡുകൾ നമുക്ക് സ്ഥിരമായി നമുക്ക് ഇഷ്ടമുണ്ടായിരുന്ന ചില ഭക്ഷണങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഛർദ്ദിക്കാൻ വരിക. അതുപോലെ നമ്മൾ ഇത്രയും നാൾ നമുക്ക് ഇഷ്ടമില്ലാതിരുന്ന ചില സാധനങ്ങളോട് ഭയങ്കരമായിട്ട് കൊതി തോന്നുക, അത് കഴിക്കണം എന്നൊരു ക്രേവിങ്സ് തോന്നുക. ഇതൊക്കെ പ്രഗ്നൻസിയിൽ നമ്മൾ സാധാരണയായിട്ട് കാണപ്പെടാറുണ്ട്. പണ്ടൊക്കെ പറയുന്ന പോലെ മസാല ദോശ കഴിക്കാൻ കൊതി, പച്ചമാങ്ങ കഴിക്കാൻ കൊതി. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല, പല അവരവരുടെ ഫുഡ് ചോയ്സസിനനുസരിച്ച് ഇഷ്ടങ്ങളും ക്രേവിങ്സും ഒക്കെ മാറി വരാറുണ്ട്. അതുപോലെ മസിൽ പിടിക്കുന്നത് പോലെ തോന്നാറുണ്ട്. യൂറിനറി ഇൻഫെക്ഷൻസ് വരുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. ഈ ബീറ്റ-HCG ഹോർമോണിൻ്റെ ഇൻഫ്ലുവൻസും നമ്മളുടെ വെള്ളം കൂടി കുറയുന്നതും അല്ലെങ്കിൽ നമുക്ക് ഓർക്കാനെ നിൽക്കുന്നത് കാരണം നമ്മൾ കഴിക്കുന്നതും കുടിക്കുന്നതും ഒക്കെ കുറയുന്നതും ഒക്കെ കൊണ്ട് തന്നെ നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻസ് ഈ സമയത്ത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഏർലി പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ തന്നെയും നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് വെള്ളം കുടിക്കാനും നമ്മളെ ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ. ഒന്നാമത് ഇപ്പോഴത്തെ കാലാവസ്ഥ ഭയങ്കര ചൂടുള്ള സമയമാണല്ലേ, അപ്പം നമ്മളെ തന്നെ ഹൈഡ്രേറ്റ് ആക്കി വെക്കാനും ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു സിംറ്റം എന്ന് പറയുന്നത് തന്നെ നമുക്ക് ചില ആളുകൾ ചില വസ്തുക്കളോട് തോന്നുന്ന ഒരു വിരക്തി. ഇപ്പം നമുക്ക് എന്താ പറയുക, ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നുക. ഇപ്പം നമുക്ക് സ്ഥിരമായിട്ട് ജോലി ചെയ്യുക അല്ലെങ്കിൽ ആക്റ്റീവായിട്ടിരുന്ന ഒരാൾക്ക് ഒന്നും ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഇല്ല, എപ്പോഴും നമുക്ക് ബെഡിൽ കിടന്നാൽ മതി, ഒന്നും ചെയ്യാനൊരു എനർജി ഇല്ല എന്ന് തോന്നുന്ന തരത്തിൽ ഭയങ്കരമായിട്ടുള്ളൊരു ക്ഷീണം, അതുമൊക്കെ നമ്മുടെ ഏർലി പ്രഗ്നൻസിയിൽ കാണപ്പെടുന്നൊരു സിംറ്റമാണ്. ഇതുകൂടാതെ മറ്റ് പല സിംറ്റംസും പലർക്കും വരാറുണ്ട്. അതായത് ഓരോ പ്രഗ്നൻസിയും ഡിഫറെൻ്റ് ആണ്. ചിലർക്ക് ഭയങ്കര വൊമിറ്റിംഗ് ആയിട്ട് ഹൈപ്പറമെസിസ് ഗ്രാവിഡാരം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട അവസ്ഥയിൽ വരെ പോകാറുണ്ട്. ചിലർക്ക് ചെറുതായിട്ട് 1-2 പ്രാവശ്യമൊക്കെ ജസ്റ്റ് വൊമിറ്റ് ചെയ്യത്തേ ഉള്ളൂ, അതങ്ങനെ അങ്ങ് സ്മൂത്തായിട്ട് പോകും. ചിലർ ഒരു തവണ പോലും വൊമിറ്റ് ചെയ്യാത്ത പ്രഗ്നൻസികളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ പ്രഗ്നൻസി ഡിപ്പെൻസ്, ഓരോ ആൾക്കാരിലും വ്യത്യസ്തമായിട്ടാണ് കാണപ്പെടാറ്. പിന്നെ ഏർലി പ്രഗ്നൻസിയിലാണെങ്കിൽ നമുക്ക് ചില സമയത്തൊക്കെ ഇംപ്ലാന്റേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് സ്പോട്ടിങ് കാണപ്പെടാറുണ്ട്. അതായത് എന്താ പറയുക, ജസ്റ്റ് ഒരു ഡ്രോപ്പ് ബ്ലഡ് അല്ലെങ്കിൽ ഒരു പിങ്കിഷ് കളറിൽ ഡിസ്ചാർജ് പോലെയൊക്കെ കാണപ്പെടാറുണ്ട്. അത് ഇംപ്ലാന്റേഷൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന, അത് നോർമൽ ആണെങ്കിൽ പോലും നമ്മൾ എന്തെങ്കിലും ബ്ലീഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും കാണുവാണെങ്കിൽ നമ്മൾ ഉടൻ തന്നെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ നമ്മുടെ വജൈനൽ ഡിസ്ചാർജ്, സാധാരണ നമുക്ക് നോർമലി ഒരു വൈറ്റിഷ് ഡിസ്ചാർജ് കാണുമല്ലോ, പക്ഷേ ഈ പ്രഗ്നൻസിയുടെ സമയത്ത് ഈ ഡിസ്ചാർജ് എന്ന് പറയുന്നത് കുറച്ചും കൂടി വൈറ്റ് ഡിസ്ചാർജ് തന്നെ ആയിരിക്കും, പക്ഷേ കുറച്ചും കൂടി കൂടുതലായിട്ട് നമുക്ക് കാണപ്പെടാറുണ്ട്.
അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും പെരിനിയൽ ഏരിയയൊക്കെ നമ്മൾ ഭയങ്കര ഹൈജീനിക്കായിട്ട് വെക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ഫർദർ ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെ ഹൈജീനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. അമ്മമാരാവാൻ കൊതിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഉടൻ തന്നെ ഹാപ്പി ന്യൂസ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.